സുഖമാണ് ക്ലപ്റ്റോമേനിയ. അതുകൊണ്ട് എവിടെ എന്ത് നല്ലത് കണ്ടാലും കമ്മ്യൂണിസ്റ്റുകാർ കക്കും. കാരണം അവർക്ക് ഒരു മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണ്. കമ്മ്യൂണിസ്റ്റുകാരന്റെ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണ് ക്ലപ്റ്റോമേനിയ. അവൻ കക്കും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സ്വന്തം നാട് സാധാരണക്കാരുടെ കണ്ണിൽ പടിയിട്ട് വോട്ടിന്റെ പിച്ചച്ചട്ടി നീക്കിക്കൊണ്ട് അതിൽ കിട്ടിയ തന്നി വെള്ളത്തെ വച്ച് മുഴുവൻ ഊറ്റി കുടിച്ച് അവസാനം വെള്ളം മാന്തി ഈ 10 വർഷത്തിൽ വീണ്ടും ഈ ഭരണാഭാസം തുടരുമെന്ന് ഇവിടുത്തെ മാർക്സിസ്റ്റുകാർ ആക്രോശിക്കുന്നത്. തുടരുമത്രേ ഈ തുടർക്കഥ. അഴിമതിയുടെ കഥ, സ്ത്രീ വിദ്വേഷത്തിന്റെ കഥ, കുടുംബ വിദ്വേഷത്തിന്റെ കഥ, സാമൂഹ്യ വിദ്വേഷത്തിന്റെ കഥ, സദാചാരമില്ലായ്മയുടെ കഥ, അമ്പലങ്ങളെ നശിപ്പിക്കുന്ന കഥ, ബാങ്കുകൾ കക്കുന്ന കഥ, സഹകരണ ബാങ്കിൽ കൈയിട്ട് വാരുന്ന കഥ, ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തുന്ന കഥ. ഇതിന്റെ തുടർച്ചയ്ക്ക് വേണ്ടി സാധാരണക്കാരനോട് ഇന്നും വോട്ട് ചോദിക്കാൻ ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുള്ള ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ: ആ വെള്ളം ഇറക്കി വെച്ചേക്കണം. ആ പരിപ്പ് ഇനി കേരളത്തിൽ വേവില്ല. കാരണം ഇവിടുത്തെ ദേശീയ ബോധമുള്ളവർ ഉണർന്നു കഴിഞ്ഞു, ഇറങ്ങി കഴിഞ്ഞു. അവരുടെ രക്തത്തിൽ, അവരുടെ മജ്ജയിൽ, അവരുടെ മാംസത്തിൽ തുടിക്കുന്ന വികാരമാണ് അയ്യപ്പൻ എന്ന് പറയുന്നത്. അതിനെ നിഷേധിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അയ്യപ്പനെ നിഷേധിച്ചാൽ, അയ്യപ്പനെ ദ്രോഹിച്ചാൽ, അയ്യപ്പൻ്റെ സ്വത്ത് കട്ടുകൊണ്ടുപോയാൽ അവരൊക്കെ അനുഭവിക്കും. കാരണം അയ്യപ്പൻ സത്യമാണ്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ എത്രമാത്രം ശബരിമലയോട് ഇത്രയധികം കാണിച്ചാലും ജനങ്ങൾ അതിന് ചുട്ട മറുപടി കൊടുക്കും. ജനങ്ങളെ വാസ്തവത്തിൽ ഈ കാര്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനാവില്ല. അവർക്കെതിരെ എന്ത് അടിച്ചമർത്തൽ നടത്തിയാലും ഇത് റബ്ബർ പന്ത് പോലെയാണ്. എത്ര ശക്തിയായിട്ട് അടിച്ചമർത്തിയോ അതിനേക്കാൾ 10 മടങ്ങ് ശക്തിയോടുകൂടി തിരിച്ചു വരും. ഇത് സർക്കാരിൻ്റെ സഹായത്തോടുകൂടി നടത്തുന്ന സമരമല്ല, ഏതെങ്കിലും കോർപ്പറേറ്റ് ശക്തികളോ മുതലാളിമാരോ പണം തന്നിട്ട് നടത്തുന്നതല്ല. ഇത് സാധാരണക്കാരാണ്, പാവങ്ങളാണ്, അവർ നടത്തുന്ന സമരമാണ്. അതുകൊണ്ട് ശബരിമല ക്ഷേത്രത്തിൽ നടത്തുന്ന സമരം എന്ന് പറയുന്നത് ക്ഷേത്ര വിമോചനത്തിന് വേണ്ടിയാണ്. ക്ഷേത്രത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ എല്ലാ ചങ്ങലക്കെട്ടുകളും പൊട്ടിച്ചെറിയാനാണ്. അടിമത്തത്തിൻ്റെ ചങ്ങലക്കെട്ടുകളാണ്. പഴയ കാലത്തെ കാലഹരണപ്പെട്ടു പോയ നിയമമാണ് ഈ ദേവസ്വം നിയമം എന്ന് പറയുന്നത്. അതൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞ് കാലാനുസൃതമായി പുരോഗമനാത്മകമായി ഇവിടെ ഒരു ക്ഷേത്ര ഭരണ വ്യവസ്ഥിതി ഉണ്ടാകണം. അത് ഭക്തജനങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുക്കണം. ഒരു കാര്യം കൂടി, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവിനെയും മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്നതായി തോന്നുന്നില്ലേ? അതെ, ഇനി നിരവധി ആളുകളുണ്ടല്ലോ. ഒരു ചങ്ങലയുടെ അറ്റത്താണ് കയറി പിടിച്ചിരിക്കുന്നത്. കണ്ണികൾ ധാരാളമുണ്ട്. ആ ചങ്ങലയുടെ അറ്റത്തൊരു വലിയ ആൾ കാണും. അന്ന് അത് അറ്റത്ത് ചെല്ലുമ്പോൾ ആ ആളിനെയും പിടികൂടും. എന്തായാലും കുമ്മനം രാജശേഖരൻ 3-ാം ഗേറ്റിന് സമീപത്തെ സമരമുഖത്ത് എത്തിയിരിക്കുന്നു. പ്രവർത്തകരൊക്കെ തന്നെയും വലിയ ആവേശത്തോടെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് എന്ന് തന്നെയാണ് ഓരോ പ്രവർത്തകരെയും അദ്ദേഹം. Hi, I'm Abdullah Kharbutli, General Manager for Husky Middle East at Husky Technologies. We're excited to be manufacturing. അതിന്റെ സ്വർണ്ണം കൈക്കലാക്കി ആ ചെമ്പ് പുറത്തേക്ക് കൊണ്ടുവരുമ്പോ ഞങ്ങളും നിങ്ങളുടെ ചെമ്പ് പുറത്തേക്ക് കൊണ്ടുവരും. തൊടുന്ന മേൽക്കൂര. അയ്യപ്പ സ്വാമിയിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾ ഉണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അവസാനത്തെ പ്രവർത്തകൻ ഇവിടെ ശ്വാസം വലിക്കുന്നുണ്ടെങ്കിൽ തൊടില്ല പിണറായി, തൊടില്ല പ്രശാന്ത് ശബരിമല. ഇതൊക്കെ ചെയ്യുന്ന ടീം ഇടതുപക്ഷം ഉണ്ടല്ലോ, ടീം ഇടതുപക്ഷം, പിണറായിയുടെ നേതൃത്വത്തിലാണ് ഇടതുപക്ഷം. കട്ടുമുടിക്കുന്ന ഈ ഇടതുപക്ഷത്തിന്റെ നേതാവിനെ എങ്ങനെ പറയണമെന്നാ പറഞ്ഞിരിക്കണ, ഒരു അഡ്ജക്റ്റീവ് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പിണറായി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, കേരളത്തിലെ കോപ്പറേറ്റീവ് ബാങ്കുകളെ മുഴുവൻ തകർത്ത് മുണ്ട് മുറുക്കിയെടുത്ത് മക്കളുടെ കല്യാണത്തിന് അതിൽ പൈസയിട്ട് ആ പൈസ എടുക്കുന്ന സുദിനം കാത്തുകൊണ്ടിരുന്ന പാവപ്പെട്ടവനെ ചങ്കിൽ പിടിച്ചു കൊല്ലുന്നത് പോലെ ക്രൂരമായി അവന്റെ പൈസ തട്ടിയെടുത്ത് ബാങ്കുകളെ തകർക്കാൻ ശ്രമിച്ച ശ്രീ പിണറായി വിജയനെ ബഹുമാന്യനായ മുഖ്യമന്ത്രി എന്ന് പറയണം എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്, ഇടതുപക്ഷം അവകാശപ്പെടുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രിയപ്പെട്ട ബിജെപിക്കാരെ, നിങ്ങളോട് ചോദിക്കട്ടെ, ബഹുമാന്യനാണോ മുഖ്യമന്ത്രി? ബഹുമാന്യനാണോ? ശബരിമലയിലെ സ്വർണ്ണം
മുഖ്യമന്ത്രി. അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണോ? നിങ്ങൾ തീരുമാനിക്കൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണോ? ഒരു കാട്ടുകളവൻ കസേരയിലിരുന്നാലവനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറയണോ? മുഖ്യമന്ത്രിയുടെ കസേരയ്ക്ക് കളങ്കമായി പിണറായി വിജയൻ ഇരിക്കുന്നിടത്തോളം കാലം കേരളത്തിന് മനസ്സമാധാനമില്ല, കേരളത്തിന് ഭാവിയില്ല, കേരളത്തിന് വികസനമില്ല. കാരണം ഞാനും എന്റെ മക്കളും എന്റെ കൂടെയുള്ള കുറച്ച് പിണിയാളുകളും മാത്രം മതി. അതുകൊണ്ടാണ് ബിരിയാണി ചെമ്പിൽ വരെ സ്വർണം കടത്താൻ അദ്ദേഹം നിന്നത്. എന്നിട്ടും നമ്മൾ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. എയർപോർട്ടുകളിൽ നിന്ന് കള്ളക്കടത്ത സ്വർണം, ദുബായിൽ നിന്ന് സ്വർണം, എംബസികളിൽ നടത്തിയ സ്വർണം, ഈത്തപ്പഴത്തിന്റെ കുരുക്കളഞ്ഞ അതിന്റെ ഉള്ളിൽ കുരുവാക്കി മാറ്റി കടത്തിയ സ്വർണം, ഇതിന്റെയൊക്കെ രേഖകൾ കേരളം മുഖതാവിൽ കണ്ടപ്പോൾ അപ്പോഴും പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ആണോ പിണറായി ബഹുമാനപ്പെട്ട എന്ന് പറയാൻ അർഹനാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. ശബരിമലയിലെ 40 വർഷത്തിന്റെ ഗ്യാരണ്ടി കൊടുത്ത സ്വർണ്ണ കവചം, ആ സ്വർണ്ണ കവചം വിജയ് മല്യ ഉണ്ടാക്കി കഴിഞ്ഞ് 4 കഴിഞ്ഞപ്പോ അതേ മാറ്റി, വീണ്ടും 25 മാറ്റി. ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാൻ ഇന്നലെ കുമ്മനം രാജശേഖരൻ ജി പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് അയ്യപ്പന്മാര് 18ാം പടിയിൽ ഓരോ ദിവസവും ചവിട്ടി കയറി തള്ളി ഉയർന്നു പോയപ്പോൾ ആ സ്വർണ്ണപ്പടിക്ക് കേടില്ലായിരുന്നെങ്കിൽ നമ്പൂതിരി മാത്രം തുറക്കുന്ന ഈ ക്ഷേത്ര ശ്രീകോവിലിന്റെ വാതിൽ എങ്ങനെയാ കേട് വരുന്നത്? അവിടുത്തെ സ്വർണ്ണ ഇങ്ങനെ പോണത് വെട്ടിവേഷം കെട്ടി ഒരുത്തൻ നമ്മുടെ ബഹുമാനപ്പെട്ട ഭാരതത്തിന്റെ പ്രസിഡന്റിന് കൂടെ നിൽക്കുന്ന കണ്ടില്ലേ? കൈ രണ്ടും താഴ്ത്തിയിട്ട് അയ്യപ്പന്റെ ശ്രീകോവിലേക്ക് നോക്കി അങ്ങേര് പറയാതെ പറഞ്ഞത് എന്താ? നിങ്ങൾ ദൈവമാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മന്ത്രിയാണ്, ഞാൻ ദേവസ്വത്തിന്റെ മന്ത്രിയാണ്, എന്റെ കീഴിലാണ് നിങ്ങള്, അതുകൊണ്ട് നിങ്ങളെ ഞാൻ തൊഴിലാക്കുന്നത് പറയാതെ പറഞ്ഞ ഈ കേരളത്തിലെ വിശ്വാസികളുടെ മുന്നിൽ ഏറ്റവും ചെറ്റത്തരം കാണിച്ചത് വാസവനാണ് എന്ന് ആദ്യമായിട്ട് കേരളം പറയും. അദ്ദേഹത്തിന് ഈ പാപത്തിൽ നിന്ന് ഏത് അറബിക്കടലിൽ പോയാലും, ഏത് പാരീസിയൻ പെർഫ്യൂം അടിച്ചാലും, ആ കൈക്കുറ്റപ്പാടിൽ നിന്ന്, ആ കളങ്കത്തിൽ നിന്ന് ഈശ്വരനെ ക്രൂശിച്ചുകൊണ്ട്, ഈശ്വരനെ ആധാരമാക്കി കാണിച്ചുകൊണ്ട്, കാണിച്ചുകൊണ്ട് ഈശ്വരന്റെ മുന്നിൽ നെഞ്ചു വിരിച്ച് കൈകൂപ്പാതെ നിന്നതിന്റെ ആ അധാർമികതയുടെ കൈക്കുറ്റപ്പാടിൽ നിന്ന് ഒരു പെർഫ്യൂമിനും, ഒരു ഗംഗാജലത്തിനും, ഒരു അറബിക്കടലിന്റെ ജലത്തിനും അദ്ദേഹത്തെ മാറ്റി നിർത്താനാവില്ല. പ്രിയപ്പെട്ടവരെ, ഈ ദിവസം ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയത്തിന്റെ ദിവസമാണ്. ആ വിജയത്തിന്റെ ദിവസം ഈ സമൂഹത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഇനി ഉണർത്താനിരിക്കുന്ന മുദ്രാവാക്യത്തിന്റെ, മാറാത്തത് മാറും എന്ന് പറയുന്ന മുദ്രാവാക്യത്തിന്റെ, വികസിത കേരള മുദ്രാവാക്യത്തിന്റെ തുടക്കമാണ്. ആ തുടക്കത്തിൽ ഇവിടെ സഹകരിച്ച ആയിരക്കണക്കിന് ഭാരതീയ ജനതാ പാർട്ടികളുടെ ഹൃദയം വെടിപ്പിൽ ഈശ്വരന്റെ നാമധേയമുണ്ട്, ഈശ്വരന്റെ മുഖമുണ്ട്. ആ തുടിപ്പോടു കൂടിയാണ് ആയിരക്കണക്കിന് ആൾക്കാര് ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസുകൾ CBIക്ക് വിടണമെന്ന് നേരത്തെ പറഞ്ഞ എല്ലാവരോടും ഒപ്പം ഞാനും ആവശ്യപ്പെടുന്നു. സർവോപരി ഇന്നലെ തലമറന്ന് എണ്ണ തേച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ആസ്തികൾ അത് ഓഡിറ്റിങ്ങിന് വിധേയമാക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ജയ് BJP.